അല്ല, ഇത് വളരെ സ്വാഗതാർഹമായ ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക്, വ്യവസായ മേഖലയ്ക്ക്, ടൂറിസം മേഖലയ്ക്ക്, അതുപോലെ തന്നെ തുറമുഖ ഡെവലപ്മെന്റിന്, എയർപോർട്ട് ഏവിയേഷൻ ഡെവലപ്മെന്റ് ഒക്കെ തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങളും അലോക്കേഷൻസോട് കൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ഞാൻ ഈ ടൂറിസം മേഖല പ്രസന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണെങ്കിൽ, ടൂറിസം വ്യവസായമായി ഡിക്ലെയർ ചെയ്യണമെന്നുള്ള ടൂറിസം ഇൻഡസ്ട്രിയുടെ വർഷങ്ങളായിട്ടൊരു ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഈ ബഡ്ജറ്റിൽ എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഡിക്ലെയർ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും സ്വാഗതാർഹമാണ്. കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി അത് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ടൂറിസം മന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള നിരവധി ഡിസ്കഷൻസ് ഞങ്ങൾ ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു നിരന്തരമായ ആവശ്യമായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഇത് ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ചെയ്തില്ല. പക്ഷെ ഇന്ന് അത് ഡിക്ലെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. 1. 2, ഈ ബഡ്ജറ്റ് അലോക്കേഷൻസ് കാര്യമായ രീതിയിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഒരു സമഗ്രമായ ചേഞ്ച്, ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ചേഞ്ച്, പകർച്ചവ്യാധികൾ തടയാനുള്ള നിർദ്ദേശങ്ങൾ ഒരു ചേഞ്ച് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള മെഡിക്കൽ കോളേജസ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലുള്ള സ്വയം ഭരണവും ഒക്കെ തന്നെ, അതെല്ലാം തന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറിക്ക് പ്രാപ്തമാകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഗതാർഹമായ ഒരു ബഡ്ജറ്റാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ ടൂറിസം മേഖലയിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാനും എംപ്ലോയ്മെന്റ് കൂട്ടുവാനും അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുവാനും ഉള്ള സാഹചര്യം ഉണ്ടാവും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള ഒരു എക്സിബിഷൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മറ്റുള്ള എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അത് കണ്ണൂർ എയർപോർട്ടിലെ സ്ഥലമൊക്കെ തന്നെ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം എയർപോർട്ടും കാലിക്കറ്റ് എയർപോർട്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 4 ക്ലസ്റ്റർ പ്രോജക്ട്സ് ആയിട്ട് വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് പ്രാരംഭമായിട്ട് കൊച്ചിയിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ കാര്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വിഴിഞ്ഞം റിംഗ് റോഡ് നടപ്പാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പദ്ധതി ഒരു സെൻട്രൽ പോയിന്റ് ആക്കിയിട്ട് ഹബ് ആൻഡ് സ്പോക്ക് രീതിയിലുള്ള ഡെവലപ്മെന്റാണ് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് വിഴിഞ്ഞത്ത് നിന്ന് ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിലെ മറ്റ് തുറമുഖങ്ങൾക്കെല്ലാം തന്നെ ഒരു വികസന പരിപാടിയാണ് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ ക്രൂയിസ് ടൂറിസം കൂടി ഈ പദ്ധതിയിൽ, ഈ തുറമുഖ ഡെവലപ്മെന്റോട് കൂടി ഷിപ്സ് ഇപ്പൊ തന്നെ ഒരുപാട് ഷിപ്സ് കൊച്ചിയിൽ വരുന്നുണ്ട്. അത് കൊച്ചിയിൽ മാത്രമാണ് വരുന്നത്. പക്ഷെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കൂടി അത് വരികയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.